അമ്മേ ഇത് നോക്കൂ, നെല്ലിക്ക കാണണില്ല. നമ്മളിത് സ്വാതന്ത്ര്യ ദിനത്തിനനുസരിച്ച് പറ്റുന്ന മണ്ണ്, ഇത് ഗാന്ധി പിറന്ന മണ്ണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നാളെ ഒരു ലൈഫ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ കുർബാനക്ക് പോയിട്ടോ. ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം അത് കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് അവിടുത്തെ പതാക ഉയർത്തൽ കണ്ടില്ല. എന്നാലും പള്ളിയിൽ പോയി വന്ന് ഡാൻസ് ക്ലാസ്സിൽ പോയി. ഉച്ചയായപ്പോഴേക്കും ഞാൻ ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ പോകാൻ ഇറങ്ങിയതാണ്. അപ്പം എനിക്കിതേ ഈ കൊച്ചു കൂട്ടുകാരത്തിനെ കിട്ടിയിട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ അയാളവിടെ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് നെല്ലിക്കൊക്കെ കിട്ടി. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ടടുത്ത സ്കൂളാണ്, മകൻ പഠിച്ച സ്കൂളാണിത്. അപ്പോൾ അവിടെ ഒരു നെല്ലിമരം, 2 നെല്ലിമരം നിറയും പൂത്ത് നിൽക്കുന്നത് ഗൈസ്. കണ്ടാൽ കൊതിയാവും. നമ്മളെല്ലാം സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനിവിടെ വന്ന് കുറേ നേരം നിന്ന് അതിൻ്റെ ചുവട്ടിലൊക്കെ കുറേ നെല്ലിക്ക വീണെടുക്കുന്നുണ്ട്. കുറച്ച് മടിയിലൊക്കെ എടുത്തിട്ടോ. മരമൊന്നുലുത്തുവാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല കേട്ടോ. ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അവരത് മൊത്തം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സ്കൂൾ കേട്ടോ, ഹയർ സെക്കൻഡറിയും സ്കൂളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ നെല്ലിക്കയും നിറച്ച് കുറച്ച് കയ്യിലെടുത്തപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്ത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഗൈസ്. വണ്ടിയിലൊക്കെ നിറച്ചും ചപ്പും ചവറും വരിട്ടേക്കും പുതുക്കാൻ വേണ്ടി സ്കൂളിൻ്റെ ഒരു ഇവിടെ വന്നപ്പം നല്ല നെല്ലിക്കയൊക്കെ കിട്ടി നമുക്ക് കുറച്ച്. ഇനി നമ്മൾ അതൊക്കെ കൊണ്ട് അറങ്ങാലി പോവാം. കുറച്ച് ഉപ്പും കാന്താരിമുളകൊക്കെ കിട്ടി അവിടെ പോയി നടിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി അറങ്ങാലിയിലോട്ട് പോവാം. വാ. അപ്പോൾ നമ്മൾ അറങ്ങാലി എത്താറായിട്ടാ. ഒരു നേരമായിട്ടുള്ള റോഡാണ് കേട്ടോ. നമുക്ക് 2 വണ്ടി വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. 2 വീലറിന് തന്നെയാണ് സൗകര്യം. പിന്നെ ഇവിടെ കണ്ട് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു. അതെ, അവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അവിടെ 20 രൂപ കാറിനും 10 രൂപ ബൈക്കിനും കേട്ടോ. അപ്പം നമ്മൾക്ക് അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ട്. അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ. നോക്കിയൊക്കെ വരണം. ഹൈ ഹീലൊക്കെ ഇട്ടൊന്നും ആരും വരരുത്. നോർമൽ ചപ്പലൊക്കെ ഇട്ട് വരാവൂ. പിന്നെ ഇവിടെ നിന്ന് ഇതേ പാറ കൊണ്ടുള്ള പടവുകൾ അട്ടയ്ക്ക് ഉണ്ട് കേട്ടോ. അതേ അട്ട നോക്കി. അയ്യോ തെന്നല്ലേ ചിലപ്പോൾ ഇവിടെ പിന്നീട് നമ്മൾ ഇറങ്ങാലെത്തിട്ടാ. നമ്മുടെ റമ്മോ നേരത്തോടെ പോയി നിൽക്കിട്ട് പനിക്കാരനാണ്. ഇന്ന് മരുന്നൊക്കെ വാങ്ങി വന്നിട്ടാണ്. എന്നാലും വീട്ടിലിരുന്ന് പോറടിക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. കഴിക്കാനുള്ള ഭക്ഷണം. അയ്യോ ഹലോ ഗൈസ്, അപ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി പോയിട്ട് മറന്നുപോയി. അത് കാരണം വെള്ളം എടുക്കാനായി പഴംപൊരിയും പരിപ്പൂടൊക്കെ തിന്നിട്ട് കഴുത്തിലിരിക്കും, തൊണ്ടയിലിരിക്കും. ഇവിടെ ഇതിലെ വരണമെങ്കിൽ കുറച്ച് സർക്കസൊക്കെ പഠിക്കണം. ചാടാനോ സ്പോർട്സിനൊക്കെ മികവുള്ളതായിരിക്കണം. നോക്കിയായോ വണ്ടിയുടെ പാർക്ക് ചെയ്താലും ഇങ്ങോട്ട് ഇറങ്ങാനുണ്ട് കേട്ടോ. കുറച്ച് ചെളിയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കി വരണം. പിള്ളേരെയും കൊണ്ട് വരുമ്പോഴേക്കും പണിയാണ്. പിന്നെ ഇവിടെ വന്നാൽ നമുക്കുണ്ടല്ലോ ഒരു വേറെ വൈബാണ്. ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വന്ന വേഷമായിട്ട് അങ്ങനെ തന്നെ പോകുന്നതുകൊണ്ട് എല്ലാവരും നോക്കണം എന്താണ് ഇങ്ങനെയൊക്കെ കെട്ടി വന്നത്. ഞാൻ ഇന്നും യൂണിഫോം ഇട്ടില്ല, കഴിഞ്ഞ ദിവസം ഇട്ടില്ല. ഞാൻ റീലെടുക്കാൻ വേണ്ടിയാണ് മാഷേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നതാണ്. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ പേര് ഇവിടെ വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആടെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട്, പട്ടിയൊക്കെ നടക്കുന്നുണ്ട്, പശുവുണ്ട്. നോക്കി കണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റീലൊക്കെ എടുത്തൊന്ന് നോക്കാൻ വന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം കേട്ടോ. ഇവിടെ എങ്ങനെയുണ്ട്, വെള്ളമൊക്കെ വന്ന് കയറി ഇറങ്ങി പോയിട്ടോ ഇവിടെ എങ്ങനെയുണ്ടെന്ന് അറിയാം. നോക്കി കണ്ടോ ഈ കളറ്. ആൾക്കാർ എന്താണെന്ന് വിചാരിക്കും പതാകടയാണ്. പോയി നമുക്ക് അടുത്ത വ്ളോഗൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെ വന്നത് സത്യം പറഞ്ഞ വ്ളോഗ് എടുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അപ്പുറത്തെ കരിയിലാണെങ്കിൽ അവിടെ എന്തൊക്കെ പരിപാടിയൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആറങ്ങാലിയിലാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്ന് റീൽസൊക്കെ എടുത്തിടും കേട്ടോ. ഇതാണ് ആറങ്ങാലി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് റീൽസ് ഇടും. കോസ്റ്റ്യൂമൊക്കെ നമ്മൾ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വരും. യെസ്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഭരതനാട്യം ക്ലാസിക്കലൊക്കെ എടുത്ത് ഞങ്ങൾ പൊളിക്കും ഗൈസ്. നിങ്ങളിപ്പോൾ നമ്മൾ അടുത്തൊരു റീലിനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. സത്യം പറഞ്ഞ് ഇവിടെ റീലെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഷോളൊക്കെ അയച്ചറിയൊക്കെ കിട്ടി. കാരണം ഡാൻസ് ക്ലാസ്സിൽ കെട്ടണ പോലെ കെട്ടി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാട്ടിൻ്റെ ഷോൾ വണ്ടിയിലായി പോയി. നമ്മൾ മോൻ പോയി, അവനെന്തോ പള്ളിയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പണ്ട് ഞാൻ ഓണത്തിന് മൂത്ത മക്കളെയും കൂടി വന്നതാണ് ഇവിടെ. പിന്നെ ആരും കൂട്ടില്ലാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇവിടെ ഭംഗിയാണ്, പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ ഭയങ്കര നിഗൂഢതയാണ്. നിങ്ങളെ കാണുന്ന കാട് കണ്ട അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഒറ്റക്കൊന്നും വരാൻ കൊള്ളൂല. വണ്ടി അവിടെ പാർക്ക് ചെയ്യുമ്പോഴും ആരുമില്ല. അപ്പോൾ സൂക്ഷിക്കുക. കാരണം ബഹുജനം പലവിധം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ഒരുപോലെ അല്ല. ഒറ്റക്കൊക്കെ എവിടെയും സഞ്ചരിക്കാതെ ഇരിക്കുക എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല.
എൻജോയ് ചെയ്യാനുള്ളത് എൻജോയ് ചെയ്യണം. നാളെ ഒരു ലൈഫ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ദിവസം ഇന്ന് തീരുമോ എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടുള്ള സമയം സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് പല ദുഃഖങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് നമ്മൾ രോഗിയായിത്തീരും. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും, മക്കളെയൊക്കെ വളർത്തിയ അമ്മമാരും അപ്പന്മാരൊക്കെ ആയി നമ്മൾ വീടിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ പിള്ളേരെ കൂടി ഇടയ്ക്ക് എൻജോയ് ചെയ്യുക, ഇടയ്ക്ക് പുറത്ത് പോവുക, ഡാൻസ് കളിക്കുക, പാട്ട് കളിക്കുക, നമ്മുടെ പഴയ കുട്ടിക്കാലത്തേക്ക് പോവുക. അതൊക്കെയാണ് നല്ലത്. അതൊക്കെ ഉള്ളൂ. ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കണം ഗൈസ്, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളും ഒരു റീലും കൂടി എടുത്തിട്ട് ഇവിടെ നിന്ന് വിട വാങ്ങിയാണ്. ഇന്നൊരു കൊച്ചു വീഡിയോ ആണ്. അപ്പം ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഇപ്പം ഞങ്ങളൊരു റീലും കൂടി എടുക്കും. പറ്റുമെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പറ്റിയാൽ ഇതിൻ്റെ വാലായിട്ട് കുറച്ചും കൂടി ഉണ്ടാവും. ടാറ്റാ ബൈ ബൈ. അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഒരു ബോട്ടുണ്ട്. ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് അതിനകത്ത്. ഇപ്പം അത് വെള്ളത്തിൻ്റെ നടുക്കായി. ഇറങ്ങാനും ഇപ്പോൾ പാടിയില്ല. കാരണം ഇപ്പോൾ ഇത്തിരി വെള്ളം കയറി കിടക്കണോണ്ട് മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി മാറിയിട്ടുണ്ടാവും. അപ്പോൾ എവിടെയാണ് ചുഴിയുന്നത്? ഒരു ഒഴുക്ക് അങ്ങോട്ടും ഒരു ഒഴുക്ക് ഇങ്ങോട്ടാണ്. അതന്നെ. അതൊന്ന് ജസ്റ്റ് കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ആ തിളക്കം ഇതിൽ കാണണ്ടാന്ന് നോക്കിയാൽ നിങ്ങൾ. ഇതേ ഒഴുകണ കണ്ടോ? ഒന്ന് ഈ സൈഡിലാണ് ഒഴുകണമെങ്കിൽ ഒന്ന് ആ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ട് ഒഴുകണ കണ്ടോ? ഇതിൻ്റെ ഇടയിൽ എവിടേക്കോ ചുഴിയും കുഴിയൊക്കെ ഉണ്ടാവും. അപ്പം നോക്കിയും കണ്ടൊക്കെ ഇറങ്ങാം. നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ ഒരു കല്ലെടുത്ത് റൗണ്ട് കല്ല് നോക്കി പോയി. നമ്മളിങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഒരു കല്ലെടുക്കുക, എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് വരുന്നവരൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുപ്പി പണ്ടൊക്കെ ഇവിടെ നിറയും കുപ്പിച്ചില്ലായിരുന്നു. ഒരിടയ്ക്ക് ഞാനെല്ലാം പെറുക്കി കൂട്ടി കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന്. പക്ഷേ ഇപ്പം നോക്ക്, ഇപ്പോൾ ആരണ്ടിൻ്റെ മുല്ലപ്പൂ, പ്ലാസ്റ്റിക് ഇതൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ പ്രകൃതിനോട് ചെയ്യണ ദ്രോഹങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോൾ വേസ്റ്റുകളൊക്കെ ഇതിനകത്ത് വന്ന് അടിയണുണ്ട്. അപ്പോൾ കുറേ വേസ്റ്റൊക്കെ പോയിട്ടുണ്ടാവും വെള്ളപ്പൊക്കം വന്നപ്പോൾ. നല്ല ഭംഗിയാണ് ഗൈസ്. ഈ ക്യാമറയിൽ ഇതിന് ഇത്രയൊക്കെ ഭംഗി കാണുള്ളൂ. പക്ഷെ ഇങ്ങനെ നീണ്ടു വളഞ്ഞ് പോകണേന് ഇപ്പോഴും. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കാനും എത്ര നേരം ഇരുന്നാലും നമുക്ക് പോകാൻ തോന്നൂല. ഇൻസ്റ്റാഗ്രാമും ഉണ്ട്. ഞങ്ങളുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ലിസ്റ്റ് അല്ല റോച്ച. അമ്മ ഇവന്റെ മുടിയിൽ കുറെ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടല്ലോ. ആരോൺ നിമൽ. ഓക്കെ. മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. ആയിരം ആയിരം ദേശസ്നേഹിതർ രക്തചിന്തിയ ദേശം, ആയിരം ആയിരം ദേശസ്നേഹിതർ രക്തചിന്തിയ ദേശം. കാശി നാസ പഞ്ചാബല്ല ഒരുത്ത് ഭാരതരത്നം, കാശി നാസ പഞ്ചാബല്ല ഒരുത്ത് ഭാരതരത്നം. ഞാൻ പിറന്ന മണ്ണ് ഇത് ഗാന്ധി പിറന്ന മണ്ണ്, നമ്മുടെ സ്വന്തം നാട് ഇത് ഭാരതനാട്, ഇത് ഭാരതനാട്. ആയിരം ആയിരം ദേശസ്നേഹിതർ രക്തചിന്തിയ ദേശം, ആയിരം ആയിരം ദേശസ്നേഹിതർ രക്തചിന്തിയ ദേശം. കാശി നാസ പഞ്ചാബല്ല ഒരുത്ത് ഭാരതരത്നം, കാശി നാസ പഞ്ചാബല്ല ഒരുത്ത് ഭാരതരത്നം. ഒന്നാം ക്ലാസ്സിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല കൊച്ചാണ്, നല്ല സ്മാർട്ട് ബോയ് ആണ്. പറഞ്ഞപ്പോൾ തന്നെ പാടി കേട്ടാ. അങ്ങനെ ആയിരിക്കണം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നേരെ നിന്ന് ചെയ്തോളണം. അയ്യോടാ വീണ. മറ്റു കുട്ടികളവിടെ കളിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉച്ച അവിടെ വീണ്. ആ ചേട്ടനാണ് അവിടെ കാർ പാർക്കിങ്ങിൻ്റെ പൈസ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആറങ്ങാലിയിലൊക്കെ വന്ന് കുറേ റീലൊക്കെ എടുത്ത് ഒരു കുഞ്ഞു കൂട്ടുകാരനെ ഞങ്ങൾക്ക് പരിചയപ്പെട്ടു. അവനെ കൊണ്ട് നമ്മൾ ഡാൻസൊക്കെ കളിപ്പിച്ച് റീലൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് മടങ്ങിയതേ. ഇവിടെ ഒരുത്തിന് ഇപ്പോൾ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. ഡാൻസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ വിചാരിക്കാതെ കയറിയതാണ്. കുറേ നാളായി നമ്മൾ ആറങ്ങാലിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.